നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. PJ ജോസഫ് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ രാത്രിയുടെ മറവിൽ വൻ മാലിന്യ നിക്ഷേപം. പഴയരിക്കണ്ടം മുതൽ തട്ടേക്കല്ല് വരെയുള്ള ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവ കരുണാനുഭവ കൺവെൻഷൻ 3 ദിവസം പിന്നിട്ടു. വ്യാഴാഴ്ച ഫാദർ മാത്യു തടത്തിൽ വചന പ്രഘോഷണം നടത്തി. ഡീസോൾ ഇന്റീരിയേഴ്സ് പുതിയ ഷോറൂം തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. PJ ജോസഫ് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പാലാ റോഡിൽ മാതാ ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. വിവിധ ജനവിഭാഗങ്ങളുടെ പല തട്ടിലാക്കി പലതാക്കി വിഭജിക്കുകയാണ്. മണിപ്പൂരിനോട് ഒരു നയം, അതുപോലെ തന്നെ ചില പ്രത്യേക സമുദായങ്ങളോട് ചില പ്രത്യേക ജനവിഭാഗങ്ങളോട് വേറൊരു സമീപനം. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ വല്ലതുണ്ടോ? നമുക്കറിയാം, കോൺഗ്രസ് ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ചു, കോൺഗ്രസിൻ്റെ കൂടെയുള്ള മറ്റു കക്ഷികൾ ഭരിച്ചു. വല്ല കുഴപ്പവും ഈ നാട്ടിലുണ്ടായിരുന്നോ? എല്ലാവരെയും ഒരു കണ്ടുകൊണ്ട് കാണാനും എല്ലാവരെയും ഒരു നിലയിൽ കണ്ട് പുരോഗതിയിലേക്ക് നയിക്കാനും ഒക്കെ അല്ലായിരുന്നോ ശ്രമിച്ചത്? അത് മാറി ഇപ്പോൾ പല ജനങ്ങളെയും പല ജനവിഭാഗങ്ങളെയും വിവിധ കണ്ടുകൊണ്ട് കണ്ട് അതിനനുസരിച്ച് അതുകൊണ്ടാണ് വോട്ട് പിടിക്കാനുള്ള ഏക വഴി അതാണ്. വോട്ട് പിടിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാം, ഞങ്ങളുടെ കുറ്റം കുറവ് നോക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞങ്ങളുടെ കൊടിയുണ്ടോ, കോൺഗ്രസിൻ്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോൾ ഞങ്ങളോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നാ ചോദിച്ചു, ഈ രാജ്യത്ത് അങ്ങനെ വല്ല ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? കാരണം CPM-ന് ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ, ബംഗാളിൽ പറ്റുമോ? കോൺഗ്രസിൻ്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിൻ്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ്.
ഗൂഡല്ലൂർക്ക് കടന്നാൽ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിലേക്ക് വരാൻ കഴിയുമോ? വഴിയില്ല. എന്നാൽ വയനാടിന്റെ ബാക്കിയായ ഗൂഡല്ലൂരിൽ കോൺഗ്രസിന്റെ കൊടിയും പൊക്കി രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് CPM-ന്റെ ആളുകളും ഇടതുമുന്നണിക്കാരും നടക്കുന്നത്. അപ്പൊ വയനാട്ടിൽ വരുന്ന കൊടിയൊന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സംയമനം പാലിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കൊടിയും വടിയും മാത്രം നോക്കണ്ട, നിങ്ങളുടേതും സ്വതന്ത്രമായി ഈ രാജ്യത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത സ്ഥിതി. സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 5-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുമളി റോസാപ്പൂക്കണ്ടം ക്ലാസിക് ഗാർഡനിൽ ഇഫ്താർ സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ. സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ തേക്കടി ലീജിയൻ കഴിഞ്ഞ 4 വർഷത്തിലധികമായി കുമളി മേഖലയിൽ പ്രവർത്തിച്ച് ജനസമ്മതി ആർജിച്ചിട്ടുള്ളതാണ്. മുൻ വർഷങ്ങളിൽ വയോജന നടത്ത മത്സരം, ആതുര സേവന രംഗത്തെ സഹായ സഹകരണങ്ങൾ, സ്കൂളുകൾക്കുള്ള പഠനോപകരണങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ നിർധനരായതും മിടുക്കരുമായ കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങളും സ്കോളർഷിപ്പുകളും, സമൂഹത്തിലെ അർഹതപ്പെട്ടവരെ ആദരിക്കൽ, പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഇടപെടൽ, പുതിയ തലമുറയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ഇടപെടൽ, പരിസര ശുചീകരണം, ഓണാഘോഷം, ക്രിസ്മസ് കരോൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലായി പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്നു. 2024-25 വർഷം തുടക്കത്തിൽ തന്നെ ഒരു സർവ്വമത സൗഹാർദ്ദ സമ്മേളനം എന്ന നിലയ്ക്ക് വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക, വ്യാവസായിക, ഔദ്യോഗിക, സംഘടന, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇഫ്താർ സംഗമം നടത്തുകയാണ്. ഏപ്രിൽ 5-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുമളി റോസാപ്പൂക്കണ്ടം ക്ലാസിക് ഗാർഡനിൽ വെച്ചാണ് സംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷം തുടക്കത്തിൽ നമ്മുടെ തേക്കടി കുമളി ലീജിയൻ ഒരു പുതിയ സമ്പ്രദായം, ഒരു സർവ്വമത സൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഇഫ്താർ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക, വ്യാവസായിക, ഔദ്യോഗിക, സംഘടന, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. സംഗമം നടക്കുന്നത് റോസാപ്പൂക്കണ്ടം ക്ലാസിക് ഗാർഡനിൽ വെച്ചാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സംഗമം നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സംഗമത്തിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതികളെ ക്ഷണിച്ചിട്ടുണ്ട്. കുമളിയുടെ ഒരു സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിന് നാളിതുവരെ നമ്മുടെ സാമൂഹിക സംസ്കാര സംഘങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ റീജിയൻ പ്രസിഡന്റ് ലാലു TS, നാഷണൽ വൈസ് പ്രസിഡന്റ് അജ്മോൻ K വർഗീസ്, സെക്രട്ടറി റോയി പതിപ്പള്ളിൽ, ട്രഷറർ ജിജി പടിയറ, ജനറൽ കൺവീനർ നൌഷാദ് MS, കൺവീനർമാരായ VS ഉദയകുമാർ, ജോയി ഇരുമേട, ട്രസ്റ്റി മോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ രാത്രിയുടെ മറവിൽ വൻ മാലിന്യ നിക്ഷേപം. പഴയരിക്കണ്ടം മുതൽ തട്ടേക്കല്ല് വരെയുള്ള ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ തട്ടേക്കല്ലിലും പഴയരിക്കണ്ടത്തിനും ഇടയിലാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത്. മനുഷ്യവിസർജ്യം നിറഞ്ഞ സ്നഗികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ചാക്കിൽ നിറച്ച് റോഡ് വക്കിൽ നിക്ഷേപിക്കുന്നത്. മാലിന്യ ദുർഗന്ധം മൂലം ഈ പ്രദേശത്തുകൂടി വാഹനത്തിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആലപ്പുഴ മധുര സംസ്ഥാന ഹൈവേയിൽ അറവശാലകളിലെ മാലിന്യങ്ങളടക്കം, അതുപോലെ തന്നെ കുട്ടികളുടെ സ്നഗി അടക്കം ഈ വണ്ണപ്പുറം ചേലച്ചോട് റൂട്ടിൽ മാലിന്യങ്ങൾ തള്ളുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഈ പ്രദേശം ആകെ വളരെ ദുർഗന്ധമാണ്. അടിയന്തരമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വേണ്ടുന്ന നടപടികൾ CCTV ക്യാമറ അടക്കം വെച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലോ റേഞ്ച് മേഖലകളിൽ നിന്നും രാത്രികാലങ്ങളിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്നുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ജനവാസ മേഖലയിൽ മാലിന്യം നിക്ഷേപിച്ച് മലിനപ്പെടുത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിനോ പഞ്ചായത്തിനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവ കരുണാനുഭവ കൺവെൻഷൻ 3 ദിവസം പിന്നിട്ടു. വ്യാഴാഴ്ച ഫാദർ മാത്യു തടത്തിൽ വചന പ്രഘോഷണം നടത്തി. സമാപന ദിവസമായ വെള്ളിയാഴ്ച ഫാദർ മാത്യു പുന്നത്താനത്തുകുന്നിൽ വചന പ്രഘോഷണം നടത്തും.
ഇരുവശത്തേക്കൊന്ന് കരമടിച്ച് രണ്ടുപേരും ധരിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിക്കട്ടെ. തൊട്ടടുത്തേക്ക് നാളെ തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് ചിരിച്ചു നൽകി സ്തുതികളാവും. ദൈവശക്തിയാ ഇരുവശത്തേക്കൊന്ന് കരമടിച്ച് രണ്ടുപേരും ധരിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിക്കട്ടെ. തൊട്ടടുത്തേക്ക് നാളെ തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് ചിരിച്ചു നൽകി സ്തുതികളാവും. ആ വചനത്തിലൂടെ കർത്താവ് എന്താണെന്ന് തരാനായിട്ട് പോകുന്നത് ഈ വചന ശുശ്രൂഷ നിമിഷങ്ങളില് അതിനുള്ളിലേക്ക് സ്വീകരിച്ച് 20 നിമിഷങ്ങളിലെല്ലാം ആ വചനത്തിലൂടെ കർത്താവ് തരുന്ന കാര്യം നിന്റെ മനസ്സിൽ, നിന്റെ ആത്മാവിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ആ വചനത്തിന്റെ ശക്തി കടന്നു വന്ന് നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുവാൻ കർത്താവിന്റെ വചനത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരെല്ലാം നല്ല ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയും. ഞാൻ കൈകെട്ടാൻ പറഞ്ഞില്ല. വിശ്വസിക്കുന്നവരെല്ലാം നല്ല ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയും. നന്നായിട്ട് വിശ്വസിക്കുന്നവരെല്ലാം 2 കരങ്ങൾ ഉയർത്തി നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയും. ഒരു നല്ല കൈയടി കൂടെ കർത്താവിന് കൊടുക്കും. ശക്തമായി കൈയടി ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴക്കാർക്ക് ഒരു അഭിമാനമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അത് കൈയടിക്കാൻ, സ്വരം ഉയർത്താൻ, ആരോഗ്യം, ശക്തി നൽകുന്നത് ആരാണ്? ഒച്ച പറയും. ആണോ അല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ സ്വരം നീ കർത്താവിന് കൊടുത്താൽ, ഈ ആരോഗ്യം നീ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചാൽ കുറേയേറ ആരോഗ്യം വർദ്ധിക്കും. ശബ്ദം മധുരമുള്ളതായി മാറും, ഗാംഭീര്യമുള്ളതായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനം നന്നായിട്ട് പരിചയമുള്ള വചന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനം. ബൈബിളുള്ളവർ പെട്ടെന്ന് എടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനം. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടാവും, സമ്പൂർണ്ണ ബൈബിളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനം. അത് നന്നായിട്ട് അറിയാവുന്നതല്ലേ? അതെ, എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ ചൂട് കാലത്ത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ചിത്ര പൗർണമി ഉത്സവം 2024 ഏപ്രിൽ 23 നടക്കും. ക്ഷേത്രം ഉത്സവാചാരങ്ങളും ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കുവാനുള്ള കുമളി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമാണ് ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രം കൊടുങ്കാടിനുള്ളിൽ ആണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. അനവധി കൂറ്റൻ മരങ്ങളും പഴമ ഓർമ്മിപ്പിക്കുന്ന കവാടങ്ങളും ഏതു മനുഷ്യനെയും മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കും. ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥകളും വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് മംഗളാദേവി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കവും വിശ്വാസങ്ങളും കൊണ്ട് തീർത്ഥാടകരെയും കാടിനുള്ളിലൂടെയുള്ള കിലോമീറ്റർ നടന്നുള്ള യാത്രയുടെ കൗതുകം കൊണ്ട് സഞ്ചാരികളെയും ഒരുപോലെ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നു. ഇടുക്കി തേക്കടിക്ക് സമീപത്തെ കുമളിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ഉത്സവം നടക്കുന്ന ഒരു ദിവസം മാത്രമേ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുമതിയുള്ളൂ. ക്ഷേത്രത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള വിശ്വാസികളാണ് സന്ദർശിക്കുവാൻ കൂടുതലായി എത്തുന്നത്. കൊടുങ്കാട്ടിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ പാദസ്പർശമേൽക്കുന്ന ഏക ദിവസം കൂടിയാണ് ചിത്രാ പൗർണമി ദിവസം. 2024 ചിത്രാ പൗർണമി ഉത്സവം ഏപ്രിൽ 23 വ്യാഴാഴ്ച നടക്കും. അന്നേ ദിവസം രാവിലെ 6 മണി മുതൽ പ്രവേശനം ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിവരെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതിനുശേഷം ആരെയും അനുവദിക്കുകയുമില്ല. വൈകിട്ട് 5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയും ചെയ്യണമെന്നും വനംവകുപ്പിന്റെ നിർദ്ദേശവുമുണ്ട്. നടന്നു പോകുവാൻ 13 കിലോമീറ്റർ ദൂരമാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ കാടിനുള്ളിലൂടെയാണ് യാത്ര. നേർച്ചകളുടെ ഭാഗമായി നടക്കുന്നവരെ കൂടാതെ ഈ പ്രദേശത്തിന്റെ ഭംഗി നടന്നു കാണുവാനായി മറ്റ് ജില്ലകളിൽ നിന്ന് പോലും അനവധി ആളുകളാണ് ഉത്സവ ദിവസം മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. തലേന്ന് രാത്രി പൗർണമി പൂജ നടക്കും. തുടർന്ന് 23 രാവിലെ മുതൽ ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന വിധത്തിലാണ് ഉത്സവ ക്രമീകരണങ്ങൾ നടത്തുക. നടന്നു പോകുവാൻ താല്പര്യമില്ലാത്തവർക്ക് കുമളിയിൽ നിന്നും ജീപ്പിൽ പോകാം. ഇഷ്ടംപോലെ ജീപ്പുകൾ ഈ ദിവസം മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര പോകും. ഏകദേശം 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്നതോടെ യാത്ര കാടിനുള്ളിലേക്ക് കടക്കും. സമുദ്രനിരപ്പിൽ നിന്നും 1337 അടി ഉയരത്തിലാണ് ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാടിനുള്ളിലൂടെ വൻ വൃക്ഷങ്ങളുടെ തണൽ പറ്റി ജീപ്പ് കുതിക്കുമ്പോൾ തുടക്കക്കാർ ഒന്ന് പതറിയേക്കാം. മലകളും കാടും കുന്നും പിന്നിട്ട് പോകുന്ന യാത്രയിൽ വളഞ്ഞു പുളഞ്ഞുള്ള വഴിയായിരിക്കും അധികവും. കുന്നുകൾ കയറി മലകൾ ഇറങ്ങിപ്പോകുന്ന യാത്ര ഒരു സാഹസിക ഓഫ് റോഡ് യാത്രയേക്കാൾ കുറഞ്ഞതൊന്നും സമ്മാനിക്കുന്നില്ല. പുലർച്ചെയാണ് പോകുന്നതെങ്കിൽ തണുപ്പും ഒപ്പം കൂട്ടിനുണ്ടാവും. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളും യാത്രയിൽ കൂട്ടിനുണ്ടാവും. തേക്കടി തടാകവും പെരിയാർ തടാകവും അതിൽ ചിലത് മാത്രമാണ്. ജീപ്പിലാണ് യാത്രയെങ്കിലും ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വരെ എത്തുവാൻ കഴിയില്ല. ക്ഷേത്രത്തിന് കുറച്ചു ദൂരം വരെ മാത്രമേ വാഹനങ്ങൾക്കും എത്താനാകൂ. ബാക്കി ദൂരം നടന്നു തന്നെ വേണം എത്തുവാൻ. ക്ഷേത്രം ഭൂമിയും കേരളത്തിന്റെ അധികാരത്തിലാണെങ്കിലും കേരള തമിഴ്നാട് സർക്കാരുകളുടെ സഹകരണത്തോടു കൂടിയാണ് എല്ലാ വർഷവും മംഗളാദേവി ചിത്രാ പൗർണമി ഉത്സവം ആഘോഷിക്കുന്നത്. ഇടുക്കി ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് എല്ലാ വർഷത്തെയും പൂജകൾ സംഘടിപ്പിക്കുന്നത്. മംഗളാദേവി ക്ഷേത്രത്തിലെ പൂജകൾ നടത്താൻ മംഗളാദേവി ക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിനും കണ്ണകി ക്ഷേത്രത്തിൽ പൂജ നടത്തുവാൻ കണ്ണകി ട്രസ്റ്റിനുമാണ് അനുമതിയുള്ളത്. ശിവപ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ കേരളീയനായ പൂജാരിയും മംഗളാദേവിയുടെ ശ്രീകോവിലിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള പൂജാരിയുമാണ് ഉത്സവ ദിവസം പൂജകൾ നിർവഹിക്കുന്നത്. പുരാതന ചേരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചതുര കഷ്ണങ്ങളാക്കി കരിങ്കല്ലുകൾ അടുക്കി വച്ചിരിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. ഇവിടെ ആകെ 4 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതിൽ കണ്ണകിയുടെ ക്ഷേത്രത്തിലും ശിവന്റെ ക്ഷേത്രത്തിലുമാണ് പൂജകൾ നടക്കുന്നത്. അങ്കളേശ്വരി ക്ഷേത്രത്തിൻ്റേത് ചെറിയ ശ്രീകോവിലാണ്. ഇതിൽ പ്രത്യേക പൂജകളൊന്നും തന്നെ ചിത്രാ പൗർണമി ദിനത്തിൽ നടത്താറുമില്ല. VR വിജയൻ, VBC ന്യൂസ്, കുമളി. ബിസിനസ് വാർത്ത. ഡിസോൾ ഇന്റീരിയേഴ്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ എഞ്ചിനീയേഴ്സിന്റെയും ഡിസൈനേഴ്സിന്റെയും മേൽനോട്ടത്തിൽ വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ട്രെൻഡിങ്ങുമായ ഇന്റീരിയർ ഡിസൈനിംഗ് വർക്കുകൾ ഉത്തരവാദിത്തത്തോടുകൂടി ഡിസോൾ പൂർത്തീകരിച്ച് നൽകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, സെക്രട്ടറി സജി പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിലധികമായി തങ്ങളുടെ കഴിവും വിശ്വസ്തതയും തെളിയിച്ച് മുന്നേറുന്ന പ്രമുഖ ഇന്റീരിയർ ഡിസൈനിംഗ് സ്ഥാപനമായ ഡിസോൾ ഇന്റീരിയേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ എഞ്ചിനീയേഴ്സിന്റെയും ഡിസൈനേഴ്സിന്റെയും മേൽനോട്ടത്തിൽ വീടുകൾക്കും ഓഫീസിനും അനുയോജ്യമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ട്രെൻഡിങ്ങുമായ ഇന്റീരിയർ ഡിസൈനിംഗ് വർക്കുകൾ ഉത്തരവാദിത്തത്തോടുകൂടി ഡിസോൾ പൂർത്തീകരിച്ചു നൽകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു.
നമുക്കറിയാം, നിർമ്മാണ പ്രവർത്തന രംഗത്ത് കൗതുകവും വ്യത്യസ്തവുമായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് എല്ലാ മലയാളികളും തിരഞ്ഞെടുക്കുന്നത്. സാമ്പത്തികമായ ഒരു കുറവും ഗുണമേന്മയും ഉത്തരവാദിത്വവും വ്യത്യസ്തമായ മോഡലുകളും ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആകർഷണമാകും വിധത്തിലുള്ള വർക്കുകൾ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തടിയിലും കോൺക്രീറ്റിലും ചെയ്തിരുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ ഉണ്ടുകളിലും മെറ്റീരിയൽസിലും ചെയ്യുകയാണ്. വലിയൊരു ബഡ്ജറ്റിൽ തന്നെ വലിയൊരു വ്യത്യാസം വരുന്നു. ജനങ്ങൾ അതുമായി വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവൃത്തി പരിചയമുള്ള ഇതേ സംബന്ധിച്ച് തൊടുപുഴ പോലെയൊരു നഗരത്തിൽ നമുക്കറിയാം ഏറ്റവും അധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മധ്യകേരളത്തിലൊരു നഗരമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന പോലെ തന്നെ മുന്നോട്ടുള്ള വിജയത്തെയും ഈ സ്ഥാപനത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ ജഗദീശൻ്റെ ഭാഗത്തുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, സെക്രട്ടറി സജി പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രമുഖ സ്റ്റീൽ ഡോറുകളുടെയും FRP ഡോറുകളുടെയും ടാറ്റ സ്റ്റീൽ വിൻഡോസിന്റെയും വിപുലമായ ശേഖരം ഡിസോൾ ഇന്റീരിയേഴ്സിൽ ലഭ്യമാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോതമംഗലം മേഖലയിൽ അനധികൃത ഫ്ലെക്സുകളും ബോർഡുകളും നീക്കം ചെയ്യുന്ന നടപടി ആരംഭിച്ചു. പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ, ഫ്ലെക്സുകൾ, ബാനറുകൾ, വാൾ പോസ്റ്ററുകൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോതമംഗലം മേഖലയിൽ അനധികൃത ഫ്ലെക്സുകളും ബോർഡുകളും നീക്കം ചെയ്യുന്ന നടപടികൾ ഊർജിതമായി മുന്നേറുകയാണ്. പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ, ഫ്ലെക്സുകൾ, ബാനറുകൾ, വാൾ പോസ്റ്ററുകൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അനധികൃത പ്രചാരണ പ്രവർത്തനങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം വീഡിയോയിൽ പകർത്തുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് MM ഷംസുദ്ദീൻ, പോലീസ് സബ് ഇൻസ്പെക്ടർ KP അനസ്, സിവിൽ പോലീസ് ഓഫീസർ EA അജാസ്, വീഡിയോഗ്രാഫർ KK കിഷോർ, ഡ്രൈവർ KA അഖിൽ എന്നിവരാണ് അനധികൃത പ്രചരണങ്ങൾ മാറ്റുന്ന ഫ്ലൈയിംഗ് സ്ക്വാഡ് സംഘത്തിലുള്ളത്. ഇതുപോലെ 6 സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. BJP ഇടുക്കി ലോക്സഭാ മണ്ഡലം നേതൃയോഗം തൊടുപുഴ സിസിലിയ ഹോട്ടലിൽ നടന്നു. BJP ലോക്സഭാ കൺവീനർ KS അജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി K സുഭാഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, മേഖലാ സംഘടനാ സെക്രട്ടറി പത്മകുമാർ G, മേഖലാ പ്രസിഡന്റ് N ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷത്തിനെതിരായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷമെന്ന് മുഖ്യമന്ത്രി. രാജാക്കാട് തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച കിഫ്ബിയെ കേസിൽപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത്. ഇഡിയുടെ ഒപ്പം കൂടി തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, മന്ത്രി റോഷി അഗസ്റ്റിൻ, LDF നേതാക്കളായ CV വർഗീസ്, K സലീംകുമാർ തുടങ്ങി നിരവധി ആളുകൾ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. PJ ജോസഫ് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ രാത്രിയുടെ മറവിൽ വൻ മാലിന്യ നിക്ഷേപം. പഴയരിക്കണ്ടം മുതൽ തട്ടേക്കല്ല് വരെയുള്ള ഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവ കരുണാനുഭവ കൺവെൻഷൻ 3 ദിവസം പിന്നിട്ടു. വ്യാഴാഴ്ച ഫാദർ മാത്യു തടത്തിൽ വചന പ്രഘോഷണം നടത്തി. ഡീസോൾ ഇന്റീരിയേഴ്സ് പുതിയ ഷോറൂം തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.